അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറ. വേറെന്താ, അതന്നെ. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഏത്? ഭാര്യാപിതാവിനെ കാണാൻ പോകുന്നതോ? അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ? ചോദിക്കും. പുതിയ കഥ ഗംഭീരായിട്ടുണ്ട് സാറേ, എല്ലാരും വിശ്വസിച്ചു. എത്ര ഹീനമായിട്ടുള്ള എത്ര 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 ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? ആ പറച്ചിലുണ്ട് സാറിന്റെ വിശപ്പിന്റെ വേദന. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോ. എത്ര മണിക്കാ സാറേ? 3 മണിക്കാണ്. സാറ് 3 മണിക്കാണെങ്കിലും ഭക്ഷണം കഴിച്ചല്ലോ. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ നിലവിളിക്കായിരുന്നു. നമസ്കാരം. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം. അയ്യോ, എന്താ സാറേ? എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. അയ്യോ, മുഖ്യമന്ത്രിയെ കുറിച്ച് അപവാദ പ്രചരണം? എന്താ സാറേ അപവാദ പ്രചരണം? ഭക്ഷണം കഴിച്ചെന്ന്. എൻ്റെ അമ്മയെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു എന്നാ? എല്ലപ്പാ, മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അപവാദ പ്രചരണം ആവോ? അതെങ്ങനെ അപവാദ പ്രചരണം ആവുന്നത്? എന്താ ശരിക്കും പ്രശ്നം? ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഒന്നും തിരിയുന്നില്ലോപ്പാ. മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇത്ര വലിയ പ്രശ്നമാവുന്നത്? ഇനിയിപ്പോൾ സതീശൻ സാറ് ചുറ്റുമുള്ളവർക്കൊന്നും കൊടുക്കാണ്ട് ഒറ്റക്ക് വിട്ട് വിഴുങ്ങിയാ? ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോ. അങ്ങനെ പറയേ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ശരിക്കും പറയണ്ടേ? അല്ലല്ല, എനിക്ക് അറിയില്ലായിരുന്നു. 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നാട്ടിൽ മഴക്കെടുതി കൊടുമ്പിരി കൊള്ളുമ്പോൾ CM നേരെ പൊന്നാനിയിലൊക്കെ പോയി സൽക്കാരത്തിലൊക്കെ പങ്കെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. അതാണ് പ്രശ്നം. അതന്നെയല്ലേ പ്രശ്നം? ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്. 3 മണിക്കാ? നല്ലോണം വിശന്നിട്ടുണ്ടാവില്ലപ്പാ. വേറൊരു പ്രശ്നമുണ്ട്. സതീശൻ സാറ് 3 മണിക്കാണെങ്കിലും കഴിച്ചല്ലോ. നാട്ടുകാർ മഴക്കെടുതിയിൽ വലഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും ഇല്ല മരുന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നേ. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണിക്കൊന്നല്ല സാറേ, അതിൻ്റെ തലക്കാലം തന്നെ നാട്ടിൽ മഴ തുടങ്ങിയല്ലോ. അത് മുഖ്യമന്ത്രിക്ക് തന്നെ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ പോയി തിരിച്ചു പറന്ന് കാലവർഷ ലക്ഷണം കൊണ്ട്, കാലാവസ്ഥ കെടുതി കൊണ്ട് തിരിച്ചു പറന്ന് വീണ്ടും പോയി അമ്മായിസിനെ കാണാൻ പോയ ആ സംഭവം ഓർമ്മയില്ലേ? അത് കഴിഞ്ഞ് പിറ്റന്നാൾ സാറ് എവിടെ പോയി? ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയി. അപ്പോഴൊക്കെ നാട്ടിൽ മഴക്കെടുതിയായിരുന്നു. അപ്പോൾ ഈ സൽക്കാരത്തിന് പോയപ്പം മഴക്കെടുതിയായിരുന്നു. അല്ല സാറേ, എന്തായിരുന്നു? എവിടെയായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. നാട്ടിലെ മഴക്കെടുതി ഉണ്ടാകുമ്പം ദുരന്ത നിവാരണത്തെ ഏകോപിപ്പിക്കേണ്ട ആളാണ് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എത്ര മണിക്കാ സാറേ? 3 മണിക്കാണ്. ആ പറച്ചിലുണ്ട് സാറിൻ്റെ വിശപ്പിൻ്റെ വേദന. വിശപ്പ് എങ്ങനെയാ സാറേ? ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ നല്ല വേദനയായിരിക്കും. സാറ് 3 മണിക്കാണെങ്കിലും ഭക്ഷണം കഴിച്ചല്ലോ. നാട്ടിൽ ആ സമയത്ത് രാവിലെയും അതിൻ്റെ തൊട്ട് മുന്നത്തെ രാത്രിയിലും ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ നിലവിളിക്കുകയായിരുന്നു. നാട്ടിൽ ടെലിവിഷൻ ചാനലിലൊക്കെ വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലല്ല വെയിറ്റ്. എന്ത് വെയിറ്റ് CM? ദുരിതാശ്വാസ ക്യാമ്പിൽ ആൾക്കാർക്ക് ഭക്ഷണം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് സാറ് പൊന്നാനിയിലേക്ക് വെച്ച് പിടിക്കായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്ല സാറേ, നാട്ടിൽ ഇങ്ങനൊരു മഴക്കെടുതി നിൽക്കുമ്പം ഭക്ഷണവും മരുന്നൊന്നും ഇല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾ നിൽക്കുമ്പം നാട്ടിലെ ചാനലിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പം മുഖ്യമന്ത്രി അവിടെ പോയി ഈ തിരുവനന്തപുരത്ത് ഇരിക്കേണ്ട മുഖ്യമന്ത്രി പൊന്നാനിയിലേക്ക് വെച്ച് പിടിച്ചതിൻ്റെയാണ് പ്രശ്നം. ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. സൽക്കാരത്തിലേക്ക് പോകുമ്പോഴേ 3 മണിയായിട്ടും വിശന്ന് കൊട്ടം കടിക്കുമ്പോഴും മുഖ്യമന്ത്രി ഓൺ ദ വേയിലെ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഈ മഴയെ നേരിടുക എന്ന് വെച്ച് ആലോചിച്ചിട്ട് 3 മണിക്ക് ഭക്ഷണം കഴിക്കേണ്ട വിശപ്പ് അടക്കിക്കൊണ്ട് മൂപ്പര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് 3 മണിക്ക് വിശപ്പ സഹിച്ചിട്ട് അവിടെ ഓടിപ്പോയി ഭക്ഷണം കഴിച്ചതിനാണ് ഈ പുകയിലൊക്കെ. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമുള്ള നിങ്ങളുടെ ചോദ്യത്തിൽ? ഫോട്ടോ മാത്രമല്ല CM, വീഡിയോ ഉണ്ട്. ഇതാ കണ്ടോ. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ആളുകൾക്ക് ഉള്ളിലൊരാളിൽ വന്നത്. കാരണം ഈ വീഡിയോയിൽ കാണുന്നതല്ല, അപ്പുറത്ത് TV ചാനലിൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ആളുകൾ നിലവിളിക്കുകയായിരുന്നു, പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നേരെ അവിടെ പൊന്നാനിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു. അത് ശരിയാണോ സാർ? ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. ഭക്ഷണം കഴിച്ചതല്ല സാറേ പ്രശ്നം. ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കേണ്ട മുഖ്യമന്ത്രി, അതിൻ്റെ ചുമതല വേറൊരു മന്ത്രിനെ, അനിൽകുമാർ മന്ത്രിനെ ഏൽപ്പിച്ചിട്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ അമ്മായിയപ്പനെ കാണാനും ജ്വല്ലറി ഉദ്ഘാടനത്തിനും അതും കഴിഞ്ഞ് സൽക്കാരത്തിനും ഒക്കെ പോയി സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്ത് അർമാദിക്കുന്നത് കണ്ടപ്പോഴാണ് നാട്ടുകാർ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മര്യാദകേടാണ്. അതുകൊണ്ട് എന്താ കാര്യം? ഭക്ഷണമൊക്കെ കഴിക്കണം, ശരി തന്നെ, പക്ഷേ ഡ്യൂട്ടി ചെയ്യണം.
നാട് മഴക്കെടുതിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പം മുഖ്യമന്ത്രിന്റെ ഡ്യൂട്ടി ചെയ്യണം. എത്ര ഹീനമായിട്ടുള്ള എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. എങ്ങനെ സാറേ? ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നതല്ല സാറേ, വെള്ളത്തിൽ നാട് പെട്ടുകിടക്കുന്നതാണ്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. മിനിമം ഔചിത്യം. അതായത് ഈ മഴക്കെടുതിക്കടയിൽ സ്വന്തം ഡ്യൂട്ടി ചെയ്തില്ല എങ്കിൽ പോലും ഇമാതിരി പ്രഹസനങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ഔചിത്യം കാണിക്കണ്ടേ? എന്താ ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഒരു ഔചിത്യക്കുറവില്ല. ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? ഭക്ഷണം എന്ന് പറഞ്ഞ് സംഗതി തിരിച്ചുവിടാനുള്ള പരിപാടിയാണല്ലേ. നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഡ്യൂട്ടി മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനം. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് നിലവിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. അപ്പൊ സൽക്കാരത്തിന് പോയത് ക്ഷമിച്ചു. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. ഒക്കെ ശരി. സതീശൻ സാറിന് അങ്ങനെ ചെയ്തതിൽ ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല? അല്ല, എല്ലാവരും ചോദിച്ചു. അപ്പൊ ഇനി ചോദിക്കൂല എന്നാ സാറ് പറ. ഞാൻ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക്. എത്ര മണിക്ക്? 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അയ്യോ, സാറിന് 3 മണിക്കൊക്കെ വിശക്കൂലേ? കൂടെയുള്ളവരോട് പറയാൻ പാടില്ല സാറേ. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കരുത്. ഓക്കെ, സാറ് സംസാരിച്ചോ. 3 മണിക്ക് ഞാൻ ഭക്ഷണം. എന്നാൽ ഈ 3 മണി വരെയൊക്കെ ഭക്ഷണവും കൊടുക്കാണ്ട് ഈ 3 മണി വരെ ഇവരൊക്കെ എവിടെ പോയി? ഇനി വല്ല ദുരിതാശ്വാസ ക്യാമ്പിലെങ്ങാനും പോയിരിക്കോ സാറേ? നിങ്ങൾക്കറിയാലോ മലബാറിലെ ഭക്ഷണം ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്? ഞാനൊന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവർ ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിൻ്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. എന്നാലും മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥതയെ സംശയിച്ചവരെ ദൈവം ശിക്ഷിക്കും. ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സാരമില്ല സാറേ, ഇനി ധൈര്യമായിട്ട് ഭക്ഷണം കഴിച്ചോ. മറ്റത് കഴിഞ്ഞല്ല. ഉണ്ട് സാറേ, ഇത് അപ്പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുന്നു. അല്ലല്ല, അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ? ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. അല്ല പിന്നെ മീഡിയ കടുത്ത രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ ദേശാഭിമാനിക്കാരൻ എന്തെന്നാണ് ഇത് ചോദിക്കുന്നത്? വേറെ ആരും ചോദിക്കുന്നില്ലല്ലോ. ഇതൊക്കെ ചോദിക്കാൻ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം? അല്ല സാറേ, ഈ പ്രളയ സമയത്തെ ഇതൊക്കെ ചെയ്തത് ശരിക്കും ശരി തന്നെയാണ്. പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല? പിണറായി വിജയൻ അല്ലല്ലോ മുഖ്യമന്ത്രി, VD സതീശനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അല്ല, ഞാൻ ഇരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇതിലെത്തിയത്. എന്നാലും കേരളത്തിന്റെ ദുരന്ത നിവാരണ സമിതി ചെയർമാൻ അങ്ങാണ്. ഈ പ്രളയം മഴക്കെടുതി ഉണ്ടായിട്ട് ഈ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഉന്നതതല യോഗം തന്നെ വിളിക്കുന്നത്, കലക്ടർമാരുടെ യോഗേ. അല്ലല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇല്ല, വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കാണെന്ന്. അപ്പോഴാണ് ഒരാൾ ഈ മഴക്കെടുതിക്കിടെ ഭാര്യാപിതാവിനെ സർക്കാർ ഹെലികോപ്റ്ററിൽ കാണാൻ പോയത് ചോദിച്ചത്. അദ്ദേഹം തന്നെ, ഈ ദേശാഭിമാനിക്കാരൻ തന്നെ. ആരും ചോദിക്കാണ്ടിരുന്നാല് അവരെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ചോദിച്ചവനെ അവമാനിക്കുന്നത് എന്തിനാ സാറേ? ഉത്തരം പറഞ്ഞാ പോരെ. ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട നിങ്ങള്. ഇത് തന്നെ പരിപാടിയാണ് നിങ്ങൾ വന്നിട്ട്. എന്നാ പിന്നെ പറ, നാട്ടുകാർ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം സർക്കാർ ഹെലികോപ്റ്ററിൽ ഈ മഴക്കെടുതിക്കിടയിൽ അമ്മായിയപ്പനെ കാണാൻ പോയ കാര്യം. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത് നിങ്ങൾ. അതായത് ഈ പ്രസ് മീറ്റ് എൻ്റെ ഔദാര്യമാണ്, ഇനിയും എനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കുന്നത് അല്ലേ? നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? മറുപടി പറയണ്ടേ? ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയത് ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞിട്ടുണ്ട് സാറേ. ഇതാ കേട്ടോ. ധനപ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ധൂർത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേട്ടോ, അന്ന് പോയത് അമ്മാതിരി പരിപാടിക്കൊന്നുമല്ല. ഇതിപ്പോ സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് ഭാര്യാപിതാവിനെ കാണാനല്ലേ പോയി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറ സാറേ. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. അത് വ്യാജമാണ്. അന്ന് വന്ന വാർത്തയും അങ്ങനെയല്ല. പാർട്ടി സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രിക്ക് വരേണ്ടി വന്നു. അപ്പോൾ ട്രെയിനോ കാറിനോ വരുന്നതിനേക്കാൾ വേഗത്തിൽ വരേണ്ടതിന് വേണ്ടി സർക്കാരിൻ്റെ ഈ പറയുന്ന ഹെലികോപ്റ്റർ തൃശ്ശൂരിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കൂട്ടി തിരുവനന്തപുരത്തെത്തി. പാർട്ടി സമ്മേളനം ആണെന്ന് വെച്ചാൽ തന്നെ ഇതിപ്പോൾ പാർട്ടിക്കാര്യം പോലും അല്ലല്ലോ, അമ്മായിയപ്പൻ്റെ കാര്യമല്ലേ. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അപ്പൊ ഭാര്യാപിതാവിനെ കാണാൻ പോയതോ? ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടല്ലോ. അപ്പോൾ പോട്ടെ. ശരിക്കും CM എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ മഴക്കെടുതി സമയത്ത് ഹെലികോപ്റ്ററിൽ പോയത് എവിടേക്കാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഹെലികോപ്റ്ററിൽ പോയിട്ട് പകുതി വരെ പോയിട്ട് മഴ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും വാശി പിടിച്ച് പോയില്ലേ, അതിനാണ് പ്രശ്നം. അതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, അങ്ങ്
അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. എന്നാൽ പിന്നെ സാറ് സംസാരിക്കുക, മറുപടി പറയും. അതായത് ഈ മഴ മുന്നറിയിപ്പൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് ദുരന്ത നിവാരണ സമിതി ചെയർമാൻ ഈ ഹെലികോപ്റ്ററിൽ, സർക്കാർ ഹെലികോപ്റ്ററിൽ പോയത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ചോദ്യം. അത് മാത്രം. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്കേ. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറ. വേറെന്താ, അതന്നെ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. അതിലെന്താ ഔദ്യോഗികം? സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഏത്? ഭാര്യാപിതാവിനെ കാണാൻ പോകുന്നതോ? അതിനെന്താ നാട്ടിലും ഗുണം? ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇത് പുതിയ കഥയാണല്ലോ, 3-4 ദിവസത്തെ ആലോചനയുടെ കഥയാണെന്ന് തോന്നുന്നല്ലോ. ഏത് ഗ്രൂപ്പ് സാറേ? ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരെ പേരിൽ എന്താ രഹസ്യം? ആ ചർച്ച എന്തിനാ രഹസ്യമാക്കി വെക്കുന്നത്? മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയുടെ ചർച്ചയൊക്കെ ഇത്ര രഹസ്യാത്മകമായി നടത്തണോ? അതും സ്വകാര്യ ഗ്രൂപ്പുമായിട്ട്. അതേത് ഗ്രൂപ്പ്? അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതെന്താ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി കലണ്ടർ ഉണ്ടാക്കി നാട്ടുകാരെ ദിവസവും വിളിച്ച് അറിയിക്കുന്നതല്ലേ പത്രക്കാർ വഴി. ഇതിപ്പോ എന്താ അതീവ രഹസ്യമായി ഒരു ചർച്ച, അതും പുതിയ കഥ, ഇത്രയും നാളില്ലാത്തൊരു രഹസ്യം. ഏത് ഗ്രൂപ്പ്? ഈ ഔദ്യോഗിക പരിപാടിയിൽ എന്താ രഹസ്യം? അതിന്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചോദിക്കും. പുതിയ കഥ ഗംഭീരമായിട്ട് സാറേ, എല്ലാവരും വിശ്വസിച്ചു. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. എല്ലാം മനസ്സിലായി. ന്യായീകരണ വാദക്കാർക്ക് പറ്റിയ ക്യാപ്സൂളുകൾ തന്നെ. അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചോദിക്കും. ക്യാപ്സൂൾ നിർമ്മാണം ഇനിയും ഗംഭീരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കട്ടെ. നന്ദി, നമസ്കാരം.